ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ വീഡിയോസിൽ എങ്ങനെ എൻഡ് സ്ക്രീൻസ് ആഡ് ചെയ്യാം. അതായത് വീഡിയോ അവസാനിക്കുന്ന നേരം നിങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് എൻഡ് സ്ക്രീൻസ്. സോ അതെങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഇതായിരിക്കും എൻഡ് സ്ക്രീനിൻ്റെ ഓപ്ഷൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീഡിയോ എൻഡിങ്ങിലായിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എൻഡ് സ്ക്രീൻസ്. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന ഓപ്ഷൻ ആ ലോഗോയിൽ അമർത്തി കഴിഞ്ഞാൽ ആയിട്ട് സാധിക്കും. അതിൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് വീഡിയോ മാനേജർ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വീഡിയോയിലാണ് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആ വീഡിയോയുടെ അടുത്ത് പോയിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നാലാമത്തെ ഓപ്ഷനിലായിട്ട് കാണാം അനോട്ടേഷൻസ് ആൻഡ് എൻഡ് സ്ക്രീൻ എന്നുള്ള കാണാം. ഓക്കെ, ആ ആഡ് എൻഡ് സ്ക്രീൻസ് എന്നുള്ളത് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനോട്ടേഷൻസ് ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം റീപബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമുക്കില്ലെങ്കിൽ റീപബ്ലിഷിന് വേണ്ടി നമുക്ക് വീണ്ടും റിക്വസ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആഡ് എലമെൻറ്റ് എന്ന ഓപ്ഷൻ ഒരു ബ്ലൂ ബാറിലായിട്ട് കാണാം. അത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് 4 തരത്തിലുള്ള സെലക്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് പ്ലേലിസ്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതോ സബ്സ്ക്രൈബ് ബട്ടണാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതോ ചാനലാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതോ നിങ്ങളുടെ ഒരു കൺസേൺഡ് വെബ്സൈറ്റാണോ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് എൻഡ് സ്ക്രീനിൽ കാണിക്കേണ്ടതെന്ന് അവർ ചോദിക്കും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. സോ ഒരു വീഡിയോ ആണ് വേണ്ടതെങ്കിൽ നമുക്കത് കൊടുക്കാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ബെസ്റ്റ് ഫോർ വ്യൂവർ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ക്രിയേറ്റ് എലമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് അതിൻ്റെ എൻഡ് സ്ക്രീനിൻ്റെ നമുക്ക് സൈസ് മാറ്റാം. അതൊന്നല്ലെങ്കിൽ വീഡിയോയുടെ ഏത് ഭാഗത്തായിട്ട് വരേണ്ടതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏത് ടൈമിലാണ് വരേണ്ടതെങ്കിൽ നമുക്ക് ആ സ്ക്രോൾ ബട്ടൺ നീക്കി കഴിഞ്ഞാലായിട്ട് ആ ടൈമിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് യൂസ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് ടെംപ്ലേറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാം. എങ്ങനെയാണ് സെലക്ട് ചെയ്തത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മാത്രമല്ല നിങ്ങൾ വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് ഇതിൽ എൻഡ് സ്ക്രീനായിട്ട് വെക്കാം. അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ ആ പഴയ വീഡിയോ വേണമെങ്കിൽ കാണിക്കുകയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. പ്രീവ്യൂ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇങ്ങനെയായിരിക്കും കാണുക. സോ നമ്മുടെ അവസാനത്തെ ഈ സമയത്തുള്ള വീഡിയോസിൽ ഈ പറയുന്ന 2 സാധനങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണും നിങ്ങളുടെ അവസാനത്തെ വീഡിയോയും കാണിക്കും. അതിനുശേഷം സേവ് അടിക്കുക. ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള യൂട്യൂബ് ടിപ്സ് മലയാളത്തിൽ കേൾക്കാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്